കിടപ്പ് രോഗിയായ വോട്ടർക്ക് വീട്ടിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിനായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉപകരണങ്ങളുമായി കൊടുംവനത്തിലൂടെ നടന്നത് 18 കിലോമീറ്റർ. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടിയിലെ വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനായിട്ടാണ് ഉദ്യോഗസ്ഥ സംഘം ഈ സാഹസിക യാത്ര നടത്തിയത്. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടി നൂറടിയിലെ 31-ാം ബൂത്തിലെ വോട്ടറാണ് 92 വയസ്സുള്ള ശിവലിംഗം. കിടപ്പ് രോഗിയായ ഇദ്ദേഹം ബൂത്ത് ലെവൽ ഓഫീസർക്ക് വോട്ടിംഗ് സൗകര്യത്തിനായി അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് ജില്ലാ ഇലക്ഷൻ വിഭാഗം അപേക്ഷ അംഗീകരിക്കുകയും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താൻ 9-അംഗ സംഘത്തെ നിയോഗിക്കുകയുമായിരുന്നു. രാവിലെ 6 മണിയോടെ മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരവികുളം ദേശീയോദ്യാനം വഴി പെട്ടുമുടിയിൽ വന്നു. ഇവിടെ നിന്ന് ഓഫ് റോഡ് സൗകര്യമുള്ള ജീപ്പുകളിൽ ഇടമലക്കുടിക്കടുത്തുള്ള കോപ്പക്കാടെത്തി. പിന്നീട് കാൽനട യാത്ര മാത്രമേ സാധ്യമാകൂ. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ 3 സ്ത്രീകളടങ്ങുന്ന സംഘം രാവിലെ 8 മണിയോടെയാണ് യാത്ര ആരംഭിച്ചത്. കൊടും വനത്തിലൂടെയുള്ള യാത്രയിൽ ഇടയ്ക്കിടെ കാണുന്ന 4-5 വീടുകളടങ്ങുന്ന കുടികളായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഏക ആശ്വാസം. ആനത്താരകളും നിറയെ കാട്ടുമൃഗങ്ങളും ഒക്കെ ഉള്ള വഴികളായിരുന്നു. ഏതായാലും വളരെ വിജയകരമായി ഇവിടെ എത്താനും അദ്ദേഹത്തെ ശിവലിംഗം എന്ന പേരായ ആ വോട്ടറെ ഏറ്റവും നല്ല രീതിയിൽ വോട്ട് ചെയ്യിക്കാനും സാധിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങൾ ധാരാളമുള്ള ഇവിടെ വനംവകുപ്പിന്റെ വാച്ചർമാർ ആനച്ചൂര് മനസ്സിലാക്കാൻ മുന്നിൽ നടന്നു. നീണ്ട 5.25 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ നൂറടി കുടിയിലെത്തി. 92-കാരനായ ശിവലിംഗത്തിന്റെ കിടക്കയ്ക്ക് അരികിൽ തന്നെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ഒരുക്കി. തീർത്തും രഹസ്യ സ്വഭാവത്തോടെ സമ്മതിദാനാവകാശം നിർവഹിക്കാനുള്ള അവസരം വോട്ടർക്ക് ഉദ്യോഗസ്ഥർ നൽകി. ഇവിടെ വെച്ചു തന്നെ ബാലറ്റ് പേപ്പർ സുരക്ഷിതമായി വോട്ട് പെട്ടിയിലുമാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങി. അമൃത ന്യൂസ്, ഇടുക്കി.